സംസ്ഥാനത്ത് ആകെ നഗരസഭ 87, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 941 ഗ്രാമപഞ്ചായത്തുകൾ, അങ്ങനെ ആകെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, 23,612 വാർഡുകൾ. അതിൽ മട്ടന്നൂർ പഞ്ചായത്തിലെ 36 വാർഡുകൾ ഒഴികെ 1199 പഞ്ചായത്തുകളിലായി 23,576 വാർഡുകളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം സെമി ഫൈനലിലേക്ക് കടക്കുമ്പോൾ കേരളം മാറ്റി വായിക്കാൻ പോകുന്ന പുതിയ അധ്യായം ഒന്ന് വിശദമായി പരിശോധിക്കാം. ചുണ്ടിനും കപ്പിനുമിടയിൽ മുന്നണികൾക്ക് ഭരണം നഷ്ടപ്പെട്ട നിരവധി പഞ്ചായത്തുകളെ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന കാഴ്ചയായിരുന്നു. തുല്യ ബലാബലത്തിൽ തൂക്കുഭരണത്തിലായ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിത്രങ്ങളും പോയ കാലത്തെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഒരു വാർഡ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭരണം നിലനിർത്താമെന്ന് ആഗ്രഹിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശ്വാസമാണ് ഇപ്പോൾ പുതുതായി രൂപവൽക്കരിച്ച 1501 വാർഡുകൾ. എന്നാൽ പുതിയ വാർഡുകൾ ആർക്ക് ഗുണം ചെയ്യുമെന്ന് അറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ തന്നെ കാത്തിരിക്കണം. ത്രിതല പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളാണ് ഏറ്റവും കൂടുതൽ വാർഡുകൾ പുതുതായി രൂപവൽക്കരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള 941 ഗ്രാമപഞ്ചായത്തുകളിലായി മൊത്തം 1375 വാർഡുകൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടു. 2020 ആകെ സംസ്ഥാനത്താകെ 15,962 വാർഡുകളിലേക്കുള്ള പഞ്ചായത്ത് മെമ്പർമാരെ തെരഞ്ഞെടുക്കാനാണ് മത്സരം നടന്നതെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് 17,333 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ കണ്ടെത്താനാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആകെ ഒരിടത്ത് മാത്രമാണ് പുതിയ വാർഡ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലാണ് പുതിയ വാർഡ് രൂപവൽക്കരിച്ചത്. അതേസമയം ജില്ലാ പഞ്ചായത്തുകളിൽ സീറ്റുകൾ പുതുതായി സൃഷ്ടിച്ചിട്ടുമില്ല. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഏറ്റവും വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. 94 പഞ്ചായത്തുകളുള്ള മലപ്പുറത്ത് 223 വാർഡുകളാണ് പുതുതായി വന്നത്. പാലക്കാട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. ആകെ 88 ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയിൽ 146 ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് പുതുതായി വരുന്നത്. പാലക്കാട് കഴിഞ്ഞാൽ വാർഡുകൾ ഏറ്റവും അധികം കൂടിയിട്ടുള്ളത് തൃശ്ശൂരിലാണ്. 86 പഞ്ചായത്തുകളുള്ള തൃശ്ശൂരിൽ 136 വാർഡുകൾ പുതുതായി രൂപവൽക്കരിച്ചു. 82 പഞ്ചായത്തുകളുള്ള എറണാകുളത്തും 129 വാർഡുകൾ കൂടി. വടക്കൻ കേരളത്തിൽ 71 ഗ്രാമപഞ്ചായത്തുകളുള്ള കണ്ണൂരിൽ 105 വാർഡുകളും 70 പഞ്ചായത്തുകളുള്ള കോഴിക്കോട് 117 വാർഡുകളും അധികമായി സൃഷ്ടിക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് 87, കൊല്ലത്ത് 80, ആലപ്പുഴയിൽ 84, കോട്ടയത്ത് 83 വാർഡുകൾ കൂടി. വയനാട് 37, ഇടുക്കി 42, പത്തനംതിട്ട 45, കാസർഗോഡ് 61 എന്നിങ്ങനെയാണ് പുതുതായി വന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം. നഗരസഭകളിൽ ഏറ്റവും അധികം വാർഡുകൾ കൂടിയത് മലപ്പുറത്താണ്. മലപ്പുറത്തെ 12 നഗരസഭകളിലായി 26 വാർഡുകൾ അധികമായി വന്നു. 13 നഗരസഭകളുള്ള എറണാകുളത്തും 26 വാർഡുകൾ പുതുതായി രൂപം കൊണ്ടു. തൃശൂർ 12, പാലക്കാട് 9, കോഴിക്കോട് 8, കാസർഗോഡ് 7, തിരുവനന്തപുരം 7 എന്നിങ്ങനെയാണ് പുതുതായി സൃഷ്ടിക്കപ്പെട്ട നഗരസഭാ വാർഡുകളുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. എന്നാൽ അതേസമയം 9 നഗരസഭകളുള്ള കണ്ണൂരിൽ വാർഡുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായില്ല. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ എറണാകുളത്താണ് 2 വാർഡുകളുടെ വർധനവുണ്ടായിരിക്കുന്നത്. മറ്റെല്ലാ കോർപ്പറേഷനുകളിലും ഓരോ കൗൺസിലർമാർ കൂടി അധികമായി എത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സീറ്റുകൾ നിലവിലെ 100-ൽ നിന്ന് 101 ആകും. കൊല്ലം കോർപ്പറേഷനിലും തൃശൂർ കോർപ്പറേഷനിലും കണ്ണൂർ കോർപ്പറേഷനിലും സീറ്റുകൾ 55-ൽ നിന്ന് 56 വീതമാകും. കോഴിക്കോട് കോർപ്പറേഷനിലെ സീറ്റുകൾ നിലവിലെ 75-ൽ നിന്നും 76 ആകും. എറണാകുളത്തെ സീറ്റുകൾ നിലവിലെ 74-ൽ നിന്ന് 76 ആകും. ഇതിൽ നിന്നെല്ലാം തന്നെ നേട്ടം ആർക്ക് എന്നതാണ് ഇപ്പോൾ പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം. പുതിയ വാർഡുകൾ വന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശ്വാസമുണ്ട് എങ്കിലും 3 പ്രധാന മുന്നണികളിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വാർഡ് വിഭജനത്തിൽ അപാകതകളുണ്ട് എന്ന ആരോപണമായി UDF ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളിലെ ഭരണം ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 5-ഇടത്തും ഇടതുമുന്നണിക്കാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കൊല്ലം കോർപ്പറേഷനുകൾ ഭരിക്കുന്നത് LDF ആണ്. കണ്ണൂരിൽ മാത്രമാണ് UDFന് ഭരണമുള്ളത്. സംസ്ഥാനത്തെ നഗരസഭകളുടെ കാര്യം നോക്കിയാൽ ആകെയുള്ളത് 87 നഗരസഭകളാണ്. അതിൽ ഇടതുമുന്നണി ഭരിക്കുന്നത് 44 നഗരസഭകളിലാണ്. UDF 41 നഗരസഭകളിലും. പാലക്കാടും പന്തളത്തുമാണ് BJPക്ക് ഭരണമുള്ളത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ ഇടതു ഭരണമുള്ളത് 11-ഇടത്താണ്. UDF ഭരണമുള്ളത് 3 ജില്ലാ പഞ്ചായത്തുകളിലും. എറണാകുളം, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് UDFന് ഭരണമുള്ളത്. സംസ്ഥാനത്ത് ആകെയുള്ള 152 പഞ്ചായത്തുകളിൽ LDF ഭരിക്കുന്നത് 113 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. 38 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് UDF ഭരിക്കുന്നത്. ആകെയുള്ളത് 941 ഗ്രാമപഞ്ചായത്തുകളാണ്. അതിൽ 571 ഭരിക്കുന്നത് ഇടതു മുന്നണിയാണ്. 351 പഞ്ചായത്തുകളിലാണ് UDF ഭരണമുള്ളത്. NDA ഭരണമുള്ളത് 12 പഞ്ചായത്തുകളിലുമാണ്. മറ്റുള്ളവർ 7 പഞ്ചായത്തുകളിലും ഭരണ സാന്നിധ്യത്തിലുണ്ട്.
LDFിന് അനുകൂലമായ തരത്തിൽ തന്നെയാണ് വാർഡ് വിഭജനം ഉണ്ടായത് എന്നാണ് പ്രധാനമായ UDFിന്റെ വിമർശനം. വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടിക രൂപീകരണത്തിലും അപാകതകളുണ്ട് എന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനം തടഞ്ഞ സർക്കാരിന് ജനങ്ങൾ ചുട്ട മറുപടി നൽകുമെന്നും KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. എന്നാൽ മലപ്പുറം ഉൾപ്പെടെ തങ്ങൾക്ക് മേൽക്കൈയുള്ള പ്രദേശത്തെ പുതിയ വാർഡുകൾ ഗുണമാകുമെന്ന് UDFിന് ചില കണക്കുകൂട്ടലുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ പുതിയ വാർഡുകൾ തങ്ങൾക്ക് നേട്ടമാകുമെന്നാണ് LDFിന്റെ വിലയിരുത്തൽ. എന്നാൽ അവസാന നിമിഷങ്ങളിലെ അടിയൊഴുക്കുകൾ ചുണ്ടിനും കപ്പിനും ഇടയിൽ ഭരണം നഷ്ടമാകാൻ കാരണമാകുമോ എന്ന് LDF ക്യാമ്പിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വാർഡ് വിഭജനത്തിൽ BJPയും ഇതിനോടകം തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയ വാർഡുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.